അവിടെ പറഞ്ഞത് ഇപ്പോഴ് സ്വാഭാവിക മരണമെന്നാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് നേരത്തെ ഈ മകൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഏറ്റുവാങ്ങിയിട്ട് നിംസിൽ വയ്ക്കും. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരം 3-നും 4-നും ഇടയ്ക്ക് ഇവിടുന്ന് നിംസിൽ വയ്ക്കുമെന്ന് നാളെ നമ്മൾ ഇത് ചെയ്യും. വലിയ ചടങ്ങാണ്. ആചാരപ്രകാരം ഒരു സാധുവിന് കിട്ടിയ അവഹേളന ഈ ജനസമൂഹം ഒന്നിച്ച് ഏറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്തത്. ഡോക്ടർമാരുമായി സംസാരിച്ചാണ് അത് പോലീസ് പറഞ്ഞാണോ സ്വാഭാവികം? അല്ല, സ്വാഭാവികം എന്നുള്ളത് പോലീസും ഡോക്ടറും പറഞ്ഞ തന്നെ. ഇനി അതിന്റെ മറ്റു പരിശോധനകളൊക്കെ സ്വാഭാവികമായിട്ട് കാണുമല്ലോ ഇനിയും. പക്ഷേ അതുകൊണ്ടാണ് ചോദിച്ചത്, കാരണം രാസപരിശോധന ഫലം വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ ആര് മരിച്ചാലും അതൊക്കെ ഉണ്ടാവും. പ്രാഥമികമായിട്ട് ഈ മകൻ പറഞ്ഞത് തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത്. കുടുംബം എന്താണോ പറഞ്ഞത്? ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഗോപൻ സ്വാമിയുടെ സമാധി അത് ഒരു മഹാസമാധിയായിരുന്നു നടന്നത്. ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര്, സങ്കുചിത വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയ മഹാസമാധിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു സാധുവായിരുന്നു, ഒരു പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ, അതിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന വിവാദമാക്കുകയാണ് ചെയ്തത്. ഇത് ചരിത്രം ഇതിന് മാപ്പ് തരില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഈ മഹാസമാധിക്ക് ഉത്തരവാദികളായിട്ട് കേതുവാക്കിയിട്ടുള്ള ആൾക്കാര് ഒരു മാപ്പ് പറയണമെന്ന് പറയും. നമ്മുടെ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എന്റെ അച്ഛൻ സമാധിയായി. എന്റെ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ. ഇതിന് തടസ്സം നിന്നവർക്ക് വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം. നിയമപരമായി നടപടികൾ എടുത്തേ പറ്റൂ. മഹാസമാധിയാണ്. താങ്കൾ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അതെ 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 അതെ. ഇതിലിനി നമുക്ക് ഇതിലിപ്പോ ഏറ്റവും കൂടുതലായിട്ട് മുന്നോടിയായിട്ട് നിന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖര സാറും ഇതില് കുഞ്ചക്കരി സുരേന്ദ്ര സാറും നമ്മുടെ അടൂർ സാറ് കൂടെയാണ്. പിന്നെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടിംഗ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഒരിതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതില് ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ. സാർ ഒരു മിനിറ്റ് അല്ല, സനന്ദൻ പറഞ്ഞത് തന്നെയാണ്. ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ആ കുടുംബം പറയുന്ന ഒരു കാര്യം പോലും, അതിൽ 1% പോലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ കുടുംബത്തിനോട് സത്യം റിപ്പോർട്ടർമാർ ചോദിക്കുക, സമാധി സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് വരെ. ആ ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടാമോ? സമാധി സർട്ടിഫിക്കറ്റ് എവിടെ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ, സമാധി സർട്ടിഫിക്കറ്റ്? അപ്പൊ ആ കുടുംബത്തെ ഇങ്ങനെ നിങ്ങൾ വേട്ടയാട്. അത് വളരെ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ആൾക്കാരാണ്. അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നാൽ പോലും അതിനെ ഇങ്ങനെ വേട്ടയാടിയിരുന്നു. തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ട്. എന്നാലും ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിയാണ്, സത്യമാണ് എന്ന് തെളിയുകയാണ്.